നോമ്പിൻ്റെ ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. നോമ്പ് എന്നുള്ളത് ദൈവം ഒരു അനുഗ്രഹമായിട്ട് തന്നു എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് അനുഗ്രഹമാവുന്നത്? പട്ടിണി കിടക്കാൻ പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് അനുഗ്രഹമാക്കുന്നതാണോ എന്നുള്ളത്. ഒരിക്കലും അല്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയതും അതുതന്നെയാണ്. കാരണം ഇന്നുള്ള രോഗങ്ങളുടെ പ്രധാന കാരണം ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ട് രോഗിയായിട്ട് യൂറിക് ആസിഡും കൊളസ്ട്രോളും ഫാറ്റി ലിവറും പൈൽസും അമിതവണ്ണവും ആയിട്ടാണ് ആളുകൾക്ക് രോഗം വരുന്നത്. അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം ശരിക്കും ഇങ്ങനെ ഒരു നിർബന്ധം കിട്ടുമ്പോഴാണ് നമ്മളൊക്കെ നോമ്പ് നോറ്റിട്ട് ഈ കൊഴുപ്പിനൊക്കെ കളയുക. ഇല്ലെങ്കിൽ എത്ര വലിയ അറിവുള്ള ഡോക്ടറായ ഞാൻ വരെ എന്ത് ചെയ്യുന്നില്ല, കൊഴുപ്പ് കത്തിച്ച് കളയാനൊന്ന് വ്യായാമം കളയുക അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക ചെയ്യുന്നില്ല. ഇന്ന് പല വൈദ്യശാസ്ത്ര ശാഖകളും ഉപദേശിക്കുന്ന തടി കുറയാനുള്ള, ജീവിതശൈലി രോഗം കുറയാനുള്ള, ഫാറ്റി ലിവറും കൊളസ്ട്രോളും യൂറിക് ആസിഡും അമിതവണ്ണവും ഷുഗറൊക്കെ കുറക്കാനുള്ള ഒരു മാർഗം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഭക്ഷണം പരമാവധി ഒഴിവാക്കിയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ എങ്ങനെയാണ് നോമ്പ് ആരോഗ്യകരമാവുന്നത്, എന്തൊക്കെ ആരോഗ്യ നേട്ടമാണ് നോമ്പ് കൊണ്ടുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് നമ്മൾക്ക് ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് മാനസിക പ്രശ്നങ്ങളാണ്. പലർക്കും വലിയ വലിയ വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ ഒന്നും മനസ്സറിഞ്ഞ് ചിരിക്കാനോ കഴിക്കണ ഭക്ഷണം ആസ്വദിക്കാനോ കഴിയില്ല. നല്ല ഭാര്യ ഉണ്ട്, അവരോടൊരു സമയം ചിലവഴിക്കാൻ, അല്ലെങ്കിൽ നല്ല സുന്ദരിയായിട്ടുള്ള മക്കളുണ്ട്, നല്ല കൺകൊളിർക്കണ കുട്ടികളുണ്ട്, അവരോടൊപ്പം ഒന്ന് കളിക്കാനോ പറ്റണില്ല. ഉള്ള നേരം ടെൻഷൻ അടിച്ച് ഇനിയും പൈസ ഉണ്ടാക്കണം എന്ന് എഴുതിയിട്ട് മരിക്കുകയാണ്. അവനോടുള്ള ദേഷ്യവും വാശിയും വെറുപ്പും പകയൊക്കെ എങ്ങനെ ഇട്ടിട്ട് നല്ല വണ്ടി ഉണ്ടെങ്കിൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ മറ്റവനോട് കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം മനസ്സിനുള്ള പ്രശ്നങ്ങളാണ്. നോമ്പ് ശരിക്കും അതിനൊരു കൺട്രോളാണ് തരുന്നത്. നിനക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, വിശപ്പുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ പേടിച്ച് കഴിക്കുന്നില്ല. അങ്ങനെ അവിടെ ഒരു കൺട്രോൾ കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ കഴിക്കാതിരുന്നിട്ട് വേറെത്തിനോട് തെറി പറഞ്ഞാൽ ആ നോമ്പിൻ്റെ ഗുണം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായി ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, പുറത്ത് കൊടുക്കുക, ദാനം കൊടുക്കുക, ഇല്ലാത്തവന് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ മനസ്സുകൊണ്ട് നമ്മളിതൊന്നും വലിയ ആളല്ല എന്നുള്ള ഒരു ഈഗോ അവിടെ ഒഴിവാവുകയാണ്. മറ്റവന് ഇവനോടുള്ള ഈഗോ കുറയാണ്, സാമൂഹിക ബന്ധങ്ങൾ കൂടുകയാണ്, രോഗങ്ങൾ കുറയാണ്. ആ അർത്ഥത്തിൽ മാനസികമായിട്ടുള്ള നല്ലൊരു ഉണർവാണ് നോമ്പ് തരുന്നത്. രണ്ടാമത്തത്, ഇന്ന് എല്ലാവർക്കും ഉള്ളതാണ് കൊഴുപ്പ് കൂടിയിട്ടുള്ള അവസ്ഥ, തടി കൂടിയിട്ടുള്ള അവസ്ഥ. തടി കൂടിയാൽ പിന്നെ ഫാറ്റി ലിവർ ആവും, കൊളസ്ട്രോൾ ആവും, വയറ് ചാടും, ഭംഗി കുറയും, തടി കൂടിയിട്ട് മുട്ടുവേദന വരും, PCOD വരും, പൈൽസ് വരും. ഇതിനുള്ള നല്ല പരിഹാരമാണേ. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളെ ശരീരത്തിലും വയറിലും ചന്തിയിലൊക്കെ കൊളസ്ട്രോളോ കൊഴുപ്പൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചില്ലേ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എനർജി ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള കൊഴുപ്പൊക്കെ പോവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം അങ്ങനെ കഴിക്കാതെ ആകുമ്പോൾ ആ കൊഴുപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഈ പറഞ്ഞിട്ടുള്ള അമിതവണ്ണം കുറയും. രണ്ടാമത് ഫാറ്റി ലിവർ കുറയും, കൊളസ്ട്രോൾ കുറയും. അങ്ങനെ കൊളസ്ട്രോൾ കുറഞ്ഞാൽ BP കുറയും, ഹാർട്ടിൻ്റെ രോഗങ്ങൾ കുറയും. ഇങ്ങനെ തന്നെയാണ് രോഗം മാറുന്നത്. ഇതേപോലെ ശരീരത്തിൽ വേസ്റ്റായി കിടക്കുന്ന കുറേ സാധനങ്ങൾ ഉപയോഗിക്കും, ഒഴിവാക്കും ചെയ്യുന്നതിലൂടെ വിഷാംശങ്ങൾ കുറയാൻ സഹായിക്കും. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ നേരെയാവും. നമ്മൾ വർഷത്തിലൊരു ദിവസം വണ്ടി ഒന്ന് സർവീസ് ചെയ്യൂലേ, ഇതേപോലെ വയറൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ കുറേ വിഷാംശങ്ങൾ അവിടുന്ന് പോയി കിട്ടും. ഇത് മാത്രമല്ല, ഷുഗർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ, അതുപോലെ തന്നെ നമ്മളുടെ BP പോലുള്ള സംഗതികൾ കുറയാനൊക്കെ ഇത് സഹായിക്കും. BP കുറയാൻ എന്താണ്, ഈ കൊഴുപ്പന്നെ കുറയാണ്. രണ്ടാമത് വരുന്നത് എന്താണ്, സ്ട്രെസ്സൊക്കെ കുറയാണ്, മാനസികമായിട്ട് ആരോഗ്യവാന്മാരാവുകയാണ്, രോഗം പോയി കിട്ടുകയാണ്. ഇങ്ങനെയാണ് നമ്മൾക്ക് നോമ്പ് ആരോഗ്യകരാവുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളെ നാട്ടിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നോമ്പ് ഒരു ബുദ്ധിമുട്ടാവുന്നത് എപ്പോഴാണ് അറിയോ? നമ്മൾ പടച്ചോനെ പറ്റിക്കുമ്പോഴാണ്. നോമ്പ് പള്ള നിറച്ച് ഭക്ഷണം കഴിക്കും, പകൽ കഴിക്കാത്തതിൻ്റെ പകരം 2-3 ഇരട്ടി രാത്രി കുത്തിക്കയറ്റും, പകൽ കിടന്നുറങ്ങും, രാത്രി ഉറങ്ങൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫ് സൈക്കിൾ തെറ്റും, ജീവിതശൈലി തെറ്റും, തടി കൂടും, ശോധന പ്രശ്നം ഉണ്ടാവും, പൈൽസ് പോലുള്ള വരും, ഫാറ്റി ലിവർ പോലുള്ള വരും, കൊഴുപ്പ് കൂടും, BP കൂടും, ഷുഗറിന് കാരണമാവും. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോമ്പിനെ അതിൻ്റെ ചൈതന്യത്തോട് കൂടിയിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ നോമ്പെടുത്തിട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളോട് ബൈ ബൈ പറയാൻ പറ്റും. അത്തരത്തിലാവട്ടെ നമ്മളുടെ നോമ്പ്. ഈ സന്ദേശം പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.